ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തൽ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വിവാഹ വാർഷിക ദിനം വരികയാണ്. വിവാഹ വാർഷികത്തിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയൊരു ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ചന്ദ്രമതിയുടെ ഡാൻസൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ശ്രീകാന്ത് തിരക്കിലാണ്. ഹോട്ടലിലെ കാര്യവും ഫംഗ്ഷൻ്റെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ പ്രിയ ഹോട്ടലിലോട്ട് വരുന്നത്. ആ സമയത്ത് ക്ലീനിങ് സ്റ്റാഫ് ക്ലീൻ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രിയ കാല് തെറ്റി അവിടെ വീഴുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഓടി വന്ന് പ്രിയയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് വർഷ വരുന്നത്. വർഷ കാണുന്ന രംഗം പ്രിയയെ എടുത്തുകൊണ്ട് ശ്രീകാന്ത് നടക്കുന്നതാണ്. പക്ഷേ പ്രിയ കാലുളിക്ക് വീണതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവിടെ ആ സീൻ കാണുന്നത്. പക്ഷേ അത് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലാവത്തില്ല. വർഷ പെട്ടെന്ന് ദേഷ്യം പിടിച്ചങ്ങ് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വരുന്ന വർഷയുടെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രീകാന്ത് ആവുന്ന ശ്രമിക്കുന്നെങ്കിലും വർഷയുടെ ദേഷ്യം കാരണം ഒന്നും വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫംഗ്ഷൻ നടക്കുന്ന ദിവസം വർഷ അവിടെ കാണത്തില്ല. ശ്രീകാന്ത് വർഷയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. വർഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ ഫംഗ്ഷനായിട്ട് എല്ലാം റെഡി ആവുകയാണ്. എല്ലാവരും ഓട്ടോറിയത്തിലൊക്കെ പോകുന്നുണ്ട്. ഓട്ടോറിയത്തിൽ വന്ന് നിൽക്കുമ്പോഴും എല്ലാവരും ഉണ്ട്. പക്ഷേ വർഷയെ മാത്രം കാണത്തില്ല. അപ്പോഴത്തേക്ക് ശ്രീകാന്തിന് നല്ല ടെൻഷനും ഉണ്ട്. ചന്ദ്രമതിയും രവീനും ചോദിക്കും, എടാ മോനെ വർഷ എന്തെന്ന് ചോദിക്കും. ആ വർഷ ഡബ്ബിങ്ങിന് പോയി. ഇന്നത്തെ ദിവസം എന്തിനാണ് അവൾ ജോലിക്ക് പോയത്? ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷിക ദിവസമല്ലേ, അതെന്തോ അർജൻറ്റായിട്ട് ഇച്ചിരി വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്, അതുകൊണ്ടങ്ങ് പെട്ടെന്ന് വരുമെന്ന് പറയും. അപ്പോഴത്തേക്ക് തന്നെയാണ് നമ്മുടെ മഹിമയും വർഷയുടെ അച്ഛനും കൂടി വരുന്നത്. പക്ഷേ അവർ വരുന്ന സമയത്തും വർഷയെ കാണത്തില്ല. അവരും ചോദിക്കും വർഷ എവിടെ ശ്രീകാന്തെന്ന് ചോദിക്കാൻ പറയും. വർഷ വരുമോ ആൻറ്റി, വർഷ ഒരു ഫംഗ്ഷന് റെഡി ആവാൻ പോയിരിക്കുക, ഇപ്പോൾ വരുമോ എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരെയും ടെൻഷനിലാണ് ശ്രീകാന്ത് നിർത്തുന്നത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ രേവതിയും സച്ചി അവിടെ നിൽക്കുന്നത്. ശ്രീകാന്തിൻ്റെ ടെൻഷനൊക്കെ കാണുന്നതും രേവതിക്കൊരു സംശയമുണ്ട്. എന്തു പറ്റി സച്ചിയേട്ടാ, ശ്രീകാന്ത് നല്ല ടെൻഷനിലാണല്ലോ, വർഷയെ കാണുന്നുമില്ല എന്ന് പറയും. അങ്ങനെ രേവതിയും വർഷയെ ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോഴത്തേക്ക് രേവതിക്ക് എന്തോ ടെൻഷനുണ്ട്. രേവതി പെട്ടെന്ന് പറയും ശ്രീകാന്തിനോട് ചോദിക്കാൻ പറയും. അങ്ങനെ ശ്രീകാന്തിൻ്റെ നീ ഒന്ന് വന്നേന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുപോയി ശ്രീകാന്തിനോട് സംസാരിക്കും. എന്തു പറ്റി, നീയും വർഷയും തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ, വർഷ എവിടെ നിന്ന് ചോദിക്കും. ഒന്നുമില്ല സച്ചിയേട്ടാ, അവൾ ഡബ്ബിങ്ങിന് പോയേക്കോ, ഇപ്പോൾ വരുമെന്ന് പറയും. നീ എന്നോട് കള്ളം പറയണ്ട, കുറച്ച് നേരം കൊണ്ട് നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്ക് ഭയങ്കര ടെൻഷനുണ്ട്, വർഷയെ കാണുന്നുമില്ല, അവളെ ഞങ്ങൾ ഫോൺ വിളിച്ചു, സ്വിച്ച് ഓഫ് ആണ്, സത്യം പറ വർഷ എവിടെ നിന്ന് ചോദിക്കും. അത് സച്ചിയേട്ടാ നീ കാര്യം പറ, ഇത്ര ആൾക്കാർ വന്ന് നിൽക്കുക എന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും അത് വർഷ എന്നോട് പിണങ്ങി എന്ന് പറയും. എന്താ കാര്യം? അത് ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ സച്ചിയോട് ശ്രീകാന്ത് പറയും. അവൾ ഹോട്ടലിൽ വന്നായിരുന്നു. ആ സമയത്ത് പ്രിയ കാല് തെറ്റി അവിടെ വീണായിരുന്നു. ആ സമയത്ത് ഞാൻ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പോയപ്പോഴാണ് വർഷ അങ്ങോട്ട് വന്നത്. അത് കണ്ട വർഷ വീട്ടിൽ വന്ന് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടായിരുന്നു. ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും വർഷ അതിന് തയ്യാറായില്ല. ഇന്ന് രാവിലെ തൊട്ട് അവളെ കാണുന്നില്ലെന്ന് പറയും. അത്രയേ ഉള്ളൂ കാര്യം. അതവൾ ദേഷ്യം പിടിച്ച് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമായിരിക്കും. നിനക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ലേ ശ്രീകാന്തി എന്ന് പറയും. അതേ ഏട്ടത്തി, പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ അവളിങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമുണ്ട്, എനിക്ക് നല്ല ടെൻഷനുണ്ട്, താഴെ അവളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. അത് ശരി, അവർക്കാണെങ്കിൽ ആ മഹിമേൻ്റെക്കാണെങ്കിൽ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയെന്ന് പറയും. ഞാൻ എന്തായാലും അവളെ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയും. സച്ചി പറയും അതെന്തായാലും വേണ്ട, ഇത്ര ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ നീയും കൂടി ഇവിടെ ഇല്ലെങ്കിൽ അത് ശരിയാവത്തില്ല, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ആൾക്കാരെല്ലാം ഹാൻഡിൽ ചെയ്യും, ഞാനും രേവതിയും കൂടി പോയി വർഷയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. സച്ചിയേട്ടാ അത് ഒരു പ്രശ്നമില്ലെന്ന് പറയും. അവൾ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി നേരെ പോകുന്നത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലോട്ടാണ്. ഡബ്ബിംഗ് സ്റ്റുഡിയോ വർഷയില്ല. അങ്ങനെ 2-3 സ്റ്റുഡിയോയിലൊക്കെ വർഷ ജോലിക്ക് വന്ന കാര്യം അവർ പറയും. അങ്ങനെ അവിടെ എല്ലാം അന്വേഷിക്കുമ്പോൾ അവിടുന്ന് ഒരു പെൺകുട്ടി പറയുന്നുണ്ട് വർഷ ഒരു വക്കീലിൻ്റെ ഫോൺ നമ്പർ ചോദിച്ചായിരുന്നു, അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അവർ ആ അഡ്രസ്സ് വെച്ച് നേരെ അവിടെ ചെല്ലുകയാണ്. ആ വക്കീൽ ഓഫീസിൽ വർഷ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ വർഷയായിട്ട് കാണുന്നതും രേവതി ചോദിക്കും, നീ എന്താ വർഷ ഇവിടെ ഇരിക്കുന്നത്, അത് നിങ്ങളെന്താ ഇവിടെ, അതവിടെ നിൽക്കട്ടെ, ആദ്യം നീ എന്താ ഇവിടെ നിന്ന് പറ, അത് നീ നിൻ്റെ കൂട്ടുകാരുടെ എന്തോ കേസ് സംബന്ധിച്ചല്ലേ ഇവിടെ വന്നതെന്ന് ചോദിക്കും. അത് പിന്നെ ആയാലും നടക്കുമല്ലോ, ഇപ്പം നമുക്ക് വീട്ടിൽ പോകാം, ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമില്ല, എല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക, ഈ സമയത്ത് നീ അവിടെ ഇല്ലേ ശരിയാവത്തില്ല. അത് രേവതി ചേച്ചി എൻ്റെ കൂട്ടുകാരുടെ കാര്യത്തിനല്ല ഞാൻ വന്നത്, ഞാൻ ശ്രീകാന്തിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ വന്നതാന്ന് പറയും. ശ്രീകാന്തിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാനോ, നീ എന്തൊക്കെയാണ് പക്ഷേ ഈ പറയുന്നതെന്ന് പറയും. അത് ഇപ്പോൾ ശ്രീകാന്തിന് എന്നെ ബോറടിക്കുക, ശ്രീകാന്തിന് എന്നെ ഇഷ്ടമല്ല എന്ന് പറയും. എന്ന് നിന്നോട് ആര് പറഞ്ഞു, ഞാൻ നേരിട്ട് കണ്ടയാന്ന് പറയും. നീ നേരിട്ട് എന്ത് കണ്ടെന്ന് ഈ പറഞ്ഞതെന്ന് നമ്മുടെ രേവതി ചോദിക്കും. അത് ഞാൻ ഇന്നലെ അവനെ കാണാൻ ഹോട്ടലിൽ ചെന്നപ്പോഴേ അവനാ പ്രിയെ എടുത്തുകൊണ്ട് നടക്കുന്നേ ഞാൻ കണ്ടതെന്ന് പറയും. എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് സച്ചിയും രേവതിയും കൂടി അവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങും. ഓഹോ, ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചൊരു കാര്യം പറയുമ്പോൾ രേവതി ചേച്ചിക്ക് സച്ചിയായിട്ടും ചിരിയാ വരുന്നില്ലേ, എൻ്റെ വർഷ എന്തിനാണ് അവൻ പ്രിയെ എടുത്തുകൊണ്ട് നടന്നെന്നുള്ള കാര്യം നീ ചോദിച്ചോന്ന് പറയും. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, എടുത്തുകൊണ്ട് നടന്നത് കണ്ടത് ഞാൻ, ഇനി അതിൻ്റെ കാരണം കൂടി ഞാൻ ചോദിക്കണമെന്ന് ചോദിക്കും. ഇതാ പറയുന്നത് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് സച്ചി പറയും. ഉടനെ രേവതി പറയും, ആഹാ അയ്യോ ഞാൻ നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അപ്പോൾ സച്ചിയേട്ടൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ, എൻ്റെ വർഷ എന്തിനാണ് പ്രിയെ
ശ്രീകാന്ത് എടുത്തുകൊണ്ട് നടന്നെന്നുള്ള കാര്യം നീ അവനോട് ചോദിച്ചോ എന്ന് ചോദിക്കും. അത് ചോദിക്കും. അപ്പോൾ അവർ അവിടെ നടന്ന കാര്യങ്ങൾ പറയും. ഇന്നലെ അവിടെ ക്ലീൻ ചെയ്യാൻ നിന്ന സമയത്ത് ക്ലീനിങ് സ്റ്റാഫിൻ്റെ കയ്യിൽ ആ മോപ്പ് തട്ടി നമ്മുടെ പ്രിയ മേഡം അവിടെ വീണ് അവളുടെ കാലുളുക്കി. ആ സമയത്ത് നടക്കാൻ പറ്റുന്നില്ല, കാലുവേദന ആയ കാരണം ശ്രീകാന്ത് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്താണ് നീ അങ്ങോട്ട് കയറി വന്നത്. അതാണ് അവിടുത്തെ സന്ദർഭം എന്ന് പറയും. ആണോ? അല്ലാതെ ശ്രീകാന്ത് ജോലി മെനക്കെട്ട് അവളെ എടുത്തോണ്ട് നടക്കുന്നതൊന്നുമല്ല അവിടെ നീ കണ്ടേന്ന് പറയും. അയ്യോ സോറി സച്ചേട്ടാ, എന്നോട് സോറി പറഞ്ഞിട്ട് എന്തോ വർഷേ കാര്യം, നിന്നെ കാണുന്നത് ശ്രീകാന്ത് അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക എന്ന് പറയും. അതിപ്പം ആ സമയത്ത് ഇപ്പം രേവതി ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് സച്ചേട്ടൻ ഒരു പെണ്ണിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് രേവതി ചേച്ചിയുടെ അവസ്ഥ എന്തുമായിരിക്കും? അത് കേൾക്കുന്ന നമ്മുടെ സച്ചി പറയും, എൻ്റെ പൊന്നു പക്ഷേ നീയോ കലക്കവെള്ളത്തിൽ പിടിച്ചിട്ട് നിൽക്കുക, ഇനി എന്നെ കൂടി എന്തിനാ വെള്ളത്തിലോട്ട് പിടിച്ചെടുത്തേന്ന് ചോദിക്കും. ശരി സച്ചേട്ടാ മതി, എത്രയും പെട്ടെന്ന് നമുക്ക് വർഷയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോവാം. അല്ല വക്കീൽ വന്നോ? ഇല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും അത് കാര്യമായി, ഞങ്ങൾ വരാൻ കുറച്ച് നേരോട് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നീ മിക്കവാറും ശ്രീകാന്തിനെ വക്കീലോട്ട് സഹിക്കുമായിരുന്നു പറഞ്ഞ്. എനിക്ക് ശ്രീകാന്തിനെ വലിയ ഇഷ്ടമാണ് സച്ചേട്ടാ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് ഇതൊക്കെ ചെയ്തു വെച്ചെന്ന് നോക്കും. നിനക്കൊരു കാര്യം അറിയാം വർഷേ, ഞാനും സുധി അല്പം തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഓപ്പോസിറ്റൊക്കെ ചെയ്യും. പക്ഷേ ശ്രീകാന്ത് അങ്ങനല്ല, അച്ഛനെതിരെ ഒരു കാര്യം ഇന്നേ വരെ ചെയ്തിട്ടില്ല. അവൻ അച്ഛനെ എതിർത്ത് ചെയ്ത ഒരേ ഒരു കാര്യം നിന്നെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. അത് നിന്നോട് എത്ര സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ പറയും. അത് ശരിയാണ്, എനിക്ക് ശ്രീകാന്തിനെ വലിയ ഇഷ്ടമൊക്കെയാണ്. ശരി, ഇനി അതിൻ്റെ പേരിൽ ഇനി ഒന്നും സംസാരമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലോട്ട് പോകണം. നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് വർഷയും കൂട്ടിക്കൊണ്ട് സച്ചിൻ രേവതിയും വരികയാണ്. മറുവശത്ത് തന്നെ ചന്ദ്രമതി അത് ചോദിക്കുന്നു, എവിടെ പോയി ശ്രീകാന്തിയെ? വർഷം കുറേ നേരമായില്ലേ, എല്ലാവരും ഫംഗ്ഷൻ തുടങ്ങാനായിട്ട് കാത്തിരിക്കുമല്ലേ. അത് അമ്മ അവൾ ഞാൻ പറഞ്ഞില്ലേ ഡബ്ല്യു സ്റ്റുഡിയോ പോയേക്കോ ഇപ്പോൾ വരുമെന്ന്. അപ്പോഴത്തേക്ക് സുധി വന്നിട്ട് പറയും, ഞാനൊരു ബിസിനസ് മാഗ്നേറ്റാണ്, എൻ്റെ സമയത്തിന് വിലയുണ്ട്, എത്ര നേരമായി ഇവിടെ. സുധിയേട്ടാ ഫംഗ്ഷൻ തുടങ്ങാൻ വർഷയും കൂടി വരണം, അത്രയ്ക്ക് ധൃതിയാണ്, സുധിയേട്ടൻ അങ്ങ് പൊയ്ക്കോളാൻ പറയും. അപ്പോഴത്തേക്ക് സുധി അങ്ങ് പെട്ടെന്ന് ഒന്നും മിണ്ടാത്തണങ്ങ് നിൽക്കും. അപ്പോഴത്തേക്ക് മഹിമയും വർഷയുടെ അച്ഛനും വന്നിട്ട് ചോദിക്കും, എന്താ ഇത്, എത്ര നേരമായി ഫംഗ്ഷൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്, ഇത്ര നേരമായിട്ടും കണ്ടില്ല. പിന്നെ അപ്പോഴത്തേക്ക് മഹിമയെടുത്ത് പറയും, കണ്ടില്ലേ ഈ ഹോളൊന്നും നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഹോളൊന്നുമല്ല, തീരെ ചെറിയ ഹോളാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉയരാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവർക്കില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ രവി അങ്ങോട്ട് വരികയാണ്. ഞങ്ങളുടെ ഒന്നും സ്റ്റാൻഡേർഡൊന്നും പറ്റിയ ഫംഗ്ഷനൊന്നും അല്ല ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടേതായ കുറച്ച് പൊങ്ങച്ചമൊക്കെ പറയും. അപ്പോഴത്തേക്കാണ് നമ്മുടെ അച്ഛമ്മ അങ്ങോട്ട് വരുന്നത്. അച്ഛമ്മ വർഷയുടെ അച്ഛനെ നിർത്തി അങ്ങ് പൊരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ മഹിമയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം രവിയെ കുറ്റപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അച്ഛമ്മ വെറുതെ ഇരിക്കത്തില്ല. അപ്പോഴത്തേക്ക് അവരുടെ പത്രാസൊക്കെ കുറച്ചങ്ങ് കുറയും. ആ സമയത്ത് തന്നെ രേവതി സച്ചിയെടുത്ത് പറയും, നമുക്ക് വർഷയായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ശ്രീകാന്തിനെ വിളിച്ച് പറയാമെന്ന് പറയും. അപ്പം വർഷ പറയും, അതെന്തായാലും വേണ്ട, നമ്മളങ്ങോട്ട് ചെല്ലുമില്ലേ രേവതി ചേച്ചി, അതുകൊണ്ട് ഇപ്പം അത് പറയണ്ടെന്ന് പറയും, നമുക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറയും. അവനവിടെ ടെൻഷൻ അടിച്ച് ഇപ്പം മരിക്കുമെന്ന് രേവതി പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ വർഷയെ കാത്തി നിൽക്കുകയാണ്. ആ സമയത്താണ് വർഷ അങ്ങോട്ട് വരുന്നത്. വർഷയെ കാണുന്നതും ശ്രീകാന്ത് അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. കാരണം വർഷ നല്ല സുന്ദരിയായിട്ട് അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് മഹിമയും വർഷയുടെ അച്ഛനും എല്ലാം അങ്ങോട്ട് നോക്കും. എത്ര നേരമായി വർഷ ഞങ്ങളിവിടെ ഫംഗ്ഷന് വന്നിരുന്നിട്ട്, ഇത്രയും നേരം നീ എവിടെ പോയിരുന്നെന്ന് ചോദിക്കും. അതോ ഞാൻ എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുപ്പിച്ചിരുന്നു, അപ്പോൾ അവിടെ ചെന്നപ്പം ഇച്ചിരി താമസം എടുത്തു, അവർ മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു, അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പോയത്, അതാ ഇത്രയും ലേറ്റായത് എന്ന് പറയും. ആ സമയത്ത് വർഷയെ കണ്ടതും നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ അതിശയത്ത് നോക്കി നിൽക്കുകയാണ്. നല്ല രസമായിട്ടാണ് വർഷം ഒരുങ്ങി വരുന്നത്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നിട്ട് പറയും, നിങ്ങളുടെ റൊമാൻസൊക്കെ മതി, ഒന്നും കൂടി ടച്ചപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഫംഗ്ഷൻ തുടങ്ങാൻ സമയമായെന്ന് പറയും. അങ്ങനെ വർഷം കൂട്ടിക്കൊണ്ട് ശ്രുതി അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ ആയിട്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും നല്ല സ്റ്റൈലായിട്ട് അങ്ങോട്ട് നമ്മുടെ ഹാളിലോട്ട് വരുന്നിടത്താണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വിവാഹ വാർഷികത്തിൻ്റെ ബാക്കി വിശേഷങ്ങളും കഥകളുമായി നമുക്ക് നാളെ വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.